ഉള്ള മാങ്ങ വെച്ചോണ്ട്. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പിന്നെ നമ്മളത് നമ്മുടെ അടുക്കള നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് വൃത്തിയാക്കാൻ പോവുകയാണേ. അപ്പൊ അതേ അടുക്കള മൊത്തം ഞാൻ അലങ്കോലമായിട്ട് ഇട്ടേക്കുവാണ്. ഞാനത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ നമ്മുടെ തമ്പിനെയിൽ കണ്ട കണക്കാണ് നമ്മൾ ഇന്ന് വേറെ എങ്ങോട്ടും ക്യാമറയും കൊണ്ട് പോകുന്നില്ല. ഇന്നത്തെ വീഡിയോ ഫുള്ളും നമ്മൾ എടുക്കുന്നത് നമ്മുടെ അടുക്കളയിലാണ് കേട്ടോ. അടുക്കള ഒന്ന് പുതുക്കി എടുക്കാൻ പോവുകയാണ്. വേറെ ആയുധങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ രണ്ട് കൈ ഉപയോഗിച്ച് നമ്മുടെ അടുക്കള ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമേ. അപ്പൊ നമുക്ക് അധികം സംസാരങ്ങളൊന്നും വേണ്ട, നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. നമ്മുടെ ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഗ്യാസ് തീർന്നപ്പം ഞാനാണ് ഗ്യാസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പം അച്ചായി എടുത്ത് ഈ വെക്കുന്ന കണക്ക് അകത്തേക്ക് എനിക്ക് എടുത്ത് വെക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഗ്യാസ് സെറ്റ് ചെയ്ത് പുറത്ത് തന്നെ വെച്ചിരുന്നത്. പിന്നെ അച്ചായി അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വൈകുന്നേരം അതെല്ലാം എടുത്ത് അകത്തോട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതും കൂടെ ഒന്ന് അകത്തോട്ട് കയറ്റിയാൽ നമ്മുടെ അടുക്കളയുടെ പൂർണ്ണ രൂപത്തിൽ എനിക്ക് എത്തിക്കാൻ പറ്റത്തുള്ളേ. പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം പൊടിച്ചതൊക്കെയാണ് ആ ബക്കറ്റിൽ ഇരിക്കുന്നത്. അപ്പോൾ അവന്മാരെ എല്ലാവരെയും തുടച്ച് കംപ്ലീറ്റ് എടുത്ത് വെക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അടുക്കള ഇപ്പം നിലവിൽ കിടക്കുന്ന കോലം നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമ്മുടെ അടുക്കള ക്ലീനിങ് തുടങ്ങുന്നതാണ്ട് ഈ ഒരു കബോർഡിൽ നിന്ന് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിനകത്തെല്ലാം ഇരിക്കുന്ന ഓരോ പൊടി ഐറ്റംസാണ്. മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനെയൊക്കെയുള്ള ഓരോ പൊടി ഐറ്റംസാണ്. ഇതെല്ലാം ചെറിയ ടിന്നുകളാണ്. ഇതിനകത്തൊക്കെ നമ്മൾ കുറേച്ചേ ഇട്ട് വെക്കത്തുള്ളൂ. മഞ്ഞൾപ്പൊടി ആയാലും മുളക് പൊടിയായാലും മല്ലിപ്പൊടിയൊക്കെ ആയാലും കേട്ടോ. നമ്മളിതെല്ലാം കടകളിൽ നിന്ന് മേടിക്കാറില്ല. എല്ലാം ഞങ്ങൾ മഞ്ഞളായാലും മുളകായാലും മല്ലിയായാലും പ്രത്യേകം മേടിച്ച് കഴുകിയാണ് ഉണക്കി പൊടിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ്. മുളക് പൊടി ഇന്നലെയും കൂടെ ഞാൻ പൊടിപ്പിച്ചേ. അപ്പോൾ മുളക് പൊടിയാണ് ആ നീല ബക്കറ്റിൽ ഇരിക്കുന്നത്. മല്ലിപ്പൊടി 2 എണ്ണമാണ്. ആ ചുമന്ന അടപ്പുള്ളതിനകത്തും ആ വലിയൊരു അടപ്പിനകത്തും മല്ലിപ്പൊടി ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിനകത്ത് നിന്നൊക്കെ നമ്മുടെ ആ കുഞ്ഞു ഡപ്പകളിലോട്ട് ആവശ്യത്തിന് മാത്രം എടുത്ത് വെച്ചിട്ട് ഈ ഷെൽഫുകളിൽ വെക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ എല്ലാ മാസത്തിലും ഒരു ദിവസം ഞാൻ ഇതുപോലെ ഒന്ന് അടുക്കള ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുള്ള വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചു തരുന്ന അല്ല, എന്നെ അറിയാവുന്നവർക്ക് അറിയാം കേട്ടോ. മാസത്തിലൊരു ദിവസം ഇതുപോലെ ഞാൻ അടുക്കള ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങളും അടുക്കളയൊക്കെ ഇതുപോലെ മാസത്തിലൊരു ദിവസം ക്ലീൻ ചെയ്താൽ നല്ലതായിരിക്കും. നമ്മളെപ്പോഴും വൃത്തിയാക്കുന്ന സ്ഥലം തന്നെയാണ് അടുക്കള. എന്നിരുന്നാലും നമ്മൾ കാണാത്ത പല സ്ഥലങ്ങളിലും എത്ര വൃത്തിയാക്കിയെന്ന് പറഞ്ഞാലും നല്ല അഴുക്ക് കാണും കേട്ടോ. അങ്ങനെ ആ ഓരോ ടിന്നുകളും ഞാൻ തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഈ പറഞ്ഞല്ലോ, എല്ലാ മാസത്തിലും ഒരിക്കൽ വൃത്തിയാക്കുന്നത് കൊണ്ട് തന്നെ അവിടെ അങ്ങ് വലിയ അഴുക്ക് അത്രയ്ക്ക് ഇല്ലായിരുന്നു. എല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞ് വെച്ചാൽ മാത്രം മതിയായിരുന്നു കേട്ടോ. ഇനി ഒരു കസേരയൊക്കെ ഇട്ട് അതിൻ്റെ മണ്ടയിൽ കയറിയിട്ട് ഷെൽഫ് തുടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ ഷെൽഫിലും ഇങ്ങനെ ഈ മേളിലത്തൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ എല്ലാ ദിവസവും ജോലി കഴിയുന്ന സമയത്ത് തുടയ്ക്കുന്നതാണ്. ഈ മേളിലുള്ള ഷെൽഫൊക്കെ ഇങ്ങനെ അവിടെ ഇതുകൊണ്ട് ഇങ്ങനെ ജോലി കഴിയുന്ന സമയത്ത് ഇങ്ങനെ തുടയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഞാൻ സോപ്പോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. വെള്ളം മുക്കി അങ്ങ് മാത്രം തുടച്ചിട്ടേ ഉള്ളൂ കേട്ടോ. കാര്യം വലിയ അഴുക്കില്ല അവിടെ, അതുകൊണ്ടാണ്. അപ്പോൾ അകത്തിരിക്കുന്ന ടിന്നിനും കാര്യങ്ങളും ഒക്കെ ഞാൻ 2-3 ദിവസത്തിന് മുമ്പ് അതിനകമെല്ലാം ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ അന്നേരം എനിക്ക് വലിയ മൂഡോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ വീഡിയോ എടുക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു മൂഡുണ്ടെങ്കിലേ നമുക്കിതൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ പറ്റത്തില്ല. പിന്നെ എൻ്റെ ഒരു വലിയ എളുപ്പ പണി നോക്കിക്കേ, കസേരയുടെ പുറത്തു നിന്ന് വീണാ മൂക്കും കുത്തി വീഴുമുള്ള പല്ലും പോവും. അപ്പോൾ അതേ കസേരയുടെ പുറത്ത് നിന്നുകൊണ്ടാണ് അവിടെ ആ പൈപ്പിലെ സിങ്കിലോട്ട് നേരെ കഴുകുന്നത്. അപ്പോൾ അമ്മയെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് അവിടെ പെര തൂത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അച്ചായി പോയി കഴിഞ്ഞിട്ടുണ്ട്. സമയം ഏകദേശം 4 മണി കഴിഞ്ഞ് 4:45 ആയി വരുന്നുണ്ട് കേട്ടോ. 4:45 ആയി. അച്ചായിയൊക്കെ അമ്പലത്തിൽ പോയിട്ടുണ്ട്. അമ്മ ഈ സമയത്തെല്ലാം പെരതൂപ്പ് നടക്കും. അമ്മയും കൂടെ എൻ്റെ കൂടെ ക്ലീനിങ് സഹായിക്കാൻ അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാക്കിയുള്ള വീട്ടിലെ ജോലി മിറ്റം തൂപ്പും പെരതൂപ്പും എല്ലാം നടക്കത്തില്ലല്ലോ. അപ്പോൾ അതെല്ലാം അമ്മ അങ്ങ് ഏറ്റെടുത്ത് അന്നേരം പിന്നെ ഞാനിങ്ങനെ അടുക്കളയിലോട്ട് ഏറ്റെടുത്തു. അന്നേരം 2 കൂട്ടർക്കും 2 കൂട്ടം പണികൾ അങ്ങ് നടക്കും. അപ്പോൾ ആ ഒരു ഏരിയ എല്ലാം വൃത്തിയാക്കിയിട്ട് ഇനി നമ്മുടെ വർക്ക് ഏരിയ ആയിട്ടുള്ള ഏരിയയിലേക്ക് വന്നേക്കോട്ടോ. വർക്ക് ഏരിയയും നമ്മുടെ കിച്ചണെല്ലാം ഓപ്പൺ കിച്ചൺ മോഡലാണല്ലോ, അതുകൊണ്ട് പിന്നെ എല്ലാം അറ്റാച്ച്ഡ് ആണ്. ഓക്കെ. അപ്പോൾ ദാണ്ടെ ഇവിടെ നമ്മളെന്ന് പറഞ്ഞാൽ 2-3 വട്ടം മാത്രമേ നമ്മുടെ ഈ അടുപ്പിൻ്റെ ഭാഗം നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലേ കരി പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ എങ്കിൽ തന്നെ അതൊക്കെ ഞാൻ അന്നേരം വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നാലും എനിക്ക് അത്ര അങ്ങോട്ടും മനസ്സിന് തൃപ്തിയായിട്ടില്ല. കരി ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ പറഞ്ഞ്, മോളെ നീ ആ സ്ക്രബ്ബർ എടുത്ത് വെച്ചിട്ട് കഴുകുക, എന്നാലേ നല്ല രീതിയിൽ അവിടെയൊക്കെ ഒന്ന് ഉരച്ച് അഴുക്ക് പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞ പ്രകാരം ഞാൻ സ്ക്രബ്ബറൊക്കെ എടുത്തിട്ടാണ് അവിടെ എല്ലാം കഴുകി കേട്ടോ.
കഴി ഒരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം കൊണ്ട് വെച്ചിട്ടാണ് മുക്കി മുക്കി തുടയ്ക്കുന്നത്. അല്ലാതെ ഇപ്പോൾ എപ്പോഴും നമുക്ക് സിങ്കിൽ പോയി തോർത്തും കൊണ്ട് കഴുകി വരാമെന്ന് വെച്ചാൽ അത്ര എളുപ്പം പോരാ. ഇതിങ്ങനെ ആകുമ്പോൾ മുക്കി മുക്കി തുടയ്ക്കാമല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ നല്ല രീതിയിൽ കരി ഉണ്ടായിരുന്നു കണ്ടോ. ഇപ്പോൾ നല്ല തിളങ്ങുന്ന രീതിയിൽ അടുപ്പിൻ്റെ ഭാഗം ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങളാണ് വെക്കുന്നത്. നമ്മുടെ കറി വെക്കാനുള്ള ചട്ടി ഐറ്റംസ് ആണ്. അപ്പോൾ ചട്ടികളെല്ലാം വെച്ചിട്ടുണ്ട്. ചട്ടികളെല്ലാം വെച്ച് പിന്നെ ആ വലിയ ചരുവ് എന്തോന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ശരിക്കും വെള്ളം കുടിക്കും. അപ്പോൾ വെള്ളം അനത്തുന്നതാണ്. വെള്ളവും കാര്യങ്ങളെല്ലാം ഗ്യാസ് തന്നെയാണ് അനത്തുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ കുറച്ച് ചീൻചട്ടി ഐറ്റംസ് അത്രയും വെച്ചപ്പോഴത്തേക്ക് ആ ഒരു ഏരിയ ഇത്രയും ഒതുങ്ങിക്കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് വീണ്ടും അടുത്ത ഏരിയ ഒതുക്കാൻ വേണ്ടി വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോ സെക്ഷൻ അനുസരിച്ചാണ് ജോലി ചെയ്യുന്നത് കേട്ടോ. അതെല്ലാം കൂടെ ആകുമ്പം വലിച്ചു വാരിയിട്ട് ചെയ്യണ്ടല്ലോ. ഇപ്പം പിന്നെ നമ്മൾ കുപ്പികളെല്ലാം ഒതുക്കിയ കൂട്ടത്തിനകത്ത് വേണ്ടാത്ത കുറച്ച് കുപ്പികളുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം കൂടാണ് ഞാൻ ആ നീല ബാസ്ക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ പ്ലാസ്റ്റിക് നമ്മുടെ ഹരിതകർമ്മ സേന എടുക്കാൻ വരുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക് കുപ്പികളും കൂടി ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, അവരങ്ങ് എടുത്തുകൊണ്ട് പോയിക്കോളുവേ. നമ്മൾ മാസം 10-70 രൂപ കൊടുക്കുന്നില്ലേ, ഇവിടെയൊക്കെ നമുക്ക് 70 രൂപയാണ് ചാർജ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അടുപ്പിൻ്റെ ആ ഒരു ഭാഗം എല്ലാം ഒതുക്കി ഇനി നമ്മുടെ ഗ്യാസ് അടുപ്പ് വെക്കുന്നതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഒതുക്കാനായിട്ട് അവിടെയും കൂടെ ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ കുക്ക് ചെയ്യുന്നില്ലേ ഗ്യാസിനകത്ത്, അപ്പം പ്രത്യേകിച്ച് കടു വറുക്കുമ്പോഴായാലും കറി വെക്കുമ്പോഴായാലും അതിനകത്ത് നിന്നെല്ലാം ഈ എണ്ണ തെറിച്ച് നമ്മൾ എത്രയൊക്കെ എല്ലാ ദിവസവും തുടച്ചെന്നൊക്കെ പറഞ്ഞാലും എണ്ണയായാലും എല്ലാം തെറിച്ച് ഭിത്തിയിലും അവിടെ ഇവിടെയൊക്കെ വീഴും കേട്ടോ. അപ്പോൾ ഭിത്തിയെല്ലാം ഇതുപോലൊന്ന് തേച്ച് കഴുകി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഞാൻ ദോശക്കല്ല്, ചപ്പാത്തിക്കല്ല് ഇതൊക്കെയാണ് ആ ഒരു ഏരിയയിൽ നമ്മൾ വെക്കുന്നത്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഗ്യാസ് അടുപ്പ് പൊക്കി അമ്മയുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചിട്ട് ഗ്യാസ് അടുപ്പ് വെക്കുന്നതിൻ്റെ താഴ്ഭാഗം ഒന്ന് വൃത്തിയാക്കാനാണ് കേട്ടോ. അപ്പം അവിടെ നമ്മൾ എപ്പോഴും ഗ്യാസിൻ്റെ ചുറ്റുപാടും പിന്നെ ഗ്യാസ് അടുപ്പ് പൊക്കിയല്ലേ നമ്മൾ ഈ തുടച്ച് പോകുന്നത്. അതിൻ്റെ അടിഭാഗം നമ്മളിപ്പോൾ എപ്പോഴും ഇതുപോലെ പൊക്കിയെടുത്ത് നമുക്ക് തുടയ്ക്കാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞ മാസത്തിലൊന്ന് വൃത്തിയാക്കുമ്പം ഈ വക കാര്യങ്ങളെല്ലാം അങ്ങ് അതിൻ്റെ കൂട്ടത്തിൽ നടന്നു പോകും കേട്ടോ. അപ്പോൾ എത്രക്കെത്തൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ അടിയിലെല്ലാം പൊടിയും അഴുക്കും ഒക്കെ ആവും. അങ്ങനെ അപ്പോൾ അവിടെ ഞാൻ ആദ്യം കുറച്ച് വെള്ളം തെളിച്ചിട്ട് പിന്നെ നമ്മുടെ എന്താ പറയണ്ടേ സോപ്പും സ്ക്രബ്ബറും കൂടെ ഉപയോഗിച്ച് മാത്രമാണ് ഞാൻ കഴുകുന്നത് കേട്ടോ. സ്ക്രബ്ബർ ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരുവിധം നല്ല രീതിയിൽ വെളുക്കുന്നുണ്ട് എല്ലായിടും. സോപ്പ് കൂടെ ഉണ്ടല്ലോ, അപ്പം ജനലും എല്ലായിടും നല്ല കമ്പിയിട്ട് തന്നെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭിത്തിയിലോട്ട് നമ്മൾ അധികം വെള്ളം ആവാതെ നോക്കുന്നുണ്ട്. പിന്നെ സ്വിച്ച് ബോർഡിൻ്റെ അവിടെ നമ്മൾ വൃത്തിയാക്കുന്നുണ്ടെങ്കിലും വെള്ളത്തിൻ്റെ മയം തട്ടാതെ നോക്കുന്നുണ്ട്. ഇനി ഷോക്ക് അടിച്ച് അതങ്ങാണം കാര്യമായില്ലേ. അപ്പോൾ ജനലിലും എല്ലാം ഈ കടുക് തളിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഇതിനകത്തോട്ട് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഏരിയ എല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കുന്ന. പാവം അമ്മ ഇവിടെ ഗ്യാസ് പിടിച്ചുകൊണ്ട് നിന്ന് കുഴഞ്ഞ് നിങ്ങൾ വിചാരിക്കേണ്ട, ഒരു സൈഡിലോട്ട് താങ്ങി പിടിച്ചാണ് ഞാൻ അമ്മയെ നിർത്തിയേക്കുന്നത്. അല്ലേ പിന്നെ അമ്മയ്ക്ക് അത്രയും നേരം ബുദ്ധിമുട്ടല്ലേ. ഓക്കെ, അങ്ങനെ ഗ്യാസിൻ്റെ അടിഭാഗം എല്ലാം വൃത്തിയാക്കി ഇനി ഗ്യാസ് കുട്ടന്മാരെ കുളിപ്പിക്കുക. ഇവന്മാരും അപ്പോൾ ചോദിക്കുക, എടേ നിങ്ങൾ എന്നെ എല്ലാ ദിവസവും കുളിപ്പിക്കുന്നില്ലേ, പിന്നെ ഇനിയിപ്പോൾ എന്നെ പ്രത്യേകം ഇന്നും കുളിപ്പിക്കണോ എന്നാണ് നമ്മുടെ ഗ്യാസ് ചോദിക്കുന്നത് കേട്ടോ. കുഴപ്പമില്ലടാ, ഇന്നും കൂടെ നീ കുളിച്ചോന്നും പറഞ്ഞ് അവനെ ഞാൻ നല്ല രീതിയിൽ വൃത്തിയാക്കുന്നുണ്ട്. അതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വിച്ച് ബോർഡ് വൃത്തിയാക്കാണ് കേട്ടോ. സ്വിച്ച് ബോർഡിലും നമ്മുടെ എന്താ പറയട്ടെ എപ്പോഴും ഞാൻ വൃത്തിയാക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഇത്. എന്നാലും ഞാൻ ഈ പറഞ്ഞ കണക്കാണ് നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലമാണല്ലോ ഇവിടെയൊക്കെ, അതുകൊണ്ടായിരിക്കാം ഇതിനകത്തൊക്കെ പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്നതേ. അന്നേരം ഞാൻ ആ തുണിയുടെ നനഞ്ഞ അറ്റം കൊണ്ടാണ് ഈ തുടയ്ക്കുന്ന എല്ലാം കേട്ടോ. വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ സ്വിച്ച് ബോർഡൊക്കെ തുടയ്ക്കാനായിട്ട്. കാര്യം സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതാവാതിരിക്കാൻ ശ്രദ്ധിക്കണമല്ലോ. അപ്പം നിങ്ങൾ നോക്കിക്കേ, നല്ല വ്യത്യാസം തോന്നുന്നില്ലേ? തുടച്ചപ്പോൾ തന്നെ ആ ഒരു പുതിയ കണക്കൊരു ഫീൽ ആയിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുപ്പിൻ്റെയും ഗ്യാസ് അടുപ്പിൻ്റെയൊക്കെ തൊട്ട് താഴെയുള്ള കബോർഡുകളാണ് കേട്ടോ. അപ്പം അവിടെ എല്ലാം നല്ല രീതിയിൽ തന്നെ ഞാൻ സോപ്പിട്ട് നമ്മുടെ സ്ക്രബ്ബറല്ല അല്ലാതെ ഉള്ള സാധനം ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ടാണ് ഞാനിങ്ങനെ തുടച്ചെടുക്കുന്നത് കേട്ടോ. അല്ല സ്ക്രബ്ബർ നമ്മൾ ഇട്ടിട്ട് ചെയ്യുവാണെങ്കിൽ എന്താ പറയുക, സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇതെല്ലാം ഒരഞ്ഞു പോകും കബോർഡ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലാതെ സ്പോഞ്ച് ഉണ്ടല്ലോ, സ്പോഞ്ച് ഇട്ടിട്ടാണ് ഞാനിവിടെ എല്ലാം വൃത്തിയാക്കുന്നത് കേട്ടോ. വൃത്തിയാക്കി കഴിഞ്ഞ് അവിടെയും വെള്ളം മുക്കി തുടയ്ക്കും. ഇവിടെ ഞാൻ ഈ ചരുവത്തിൽ വെള്ളം എടുത്ത് വെച്ചേക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ എപ്പോഴും എഴുന്നേറ്റ് എന്താ പറയുക സിങ്കിലോട്ട് പോയിട്ട് കഴുകുക പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടികളല്ല. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ നാച്ചുറലി ഈ ഒരു കളറും കൂടെ ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അഴുക്കാവും. കാരണം നമ്മൾ എങ്ങനെയായാലും കുക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എണ്ണയായാലും എണ്ണ മെഴുക്കുകളായാലും ഒക്കെ തെറിച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഞാനാണെങ്കിൽ എല്ലാം വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ചെയ്യുന്ന ഒരാളാണ്. എങ്കിൽ കൂടിയും എനിക്ക് ഇത്രയും അഴുക്കുകളുണ്ട് വീട്ടിലെ. മാസത്തിൽ ഒരു ദിവസം വൃത്തിയാക്കിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പം ഒട്ടും വൃത്തിയൊക്കെ ആക്കാത്ത വീടുകളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം ഞാൻ പറഞ്ഞില്ല, അവിടെ ഒരു നമ്മുടെ ഗ്യാസ് കുറ്റി, ഇത് കാലിയായ ഗ്യാസ് കുറ്റിയാണ് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങോട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നു. അവനെ എടുത്ത് പൊക്കി ഇങ്ങോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അച്ചാറിടാൻ അച്ചായി കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ മാങ്ങയാണ് നിങ്ങളെ കുലുക്കി കാണിച്ചത്. ഇപ്പോൾ ഒരു ചട്ടി കാണിച്ചിട്ടുണ്ടല്ലോ കുഞ്ഞ്, അത് ഞങ്ങൾ തിരുവരാണിക്കുളത്തൊക്കെ ട്രിപ്പ് പോയപ്പോഴത്തേക്ക് നമ്മുടെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് കയറിയിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ അടുത്തുനിന്ന് ഞാനവിടെ ഒരു 100 രൂപയ്ക്കാണ് ആ ചട്ടിക്കകത്ത് വെണ്ണ കിട്ടുന്നത്, അത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരുവൈരാണിക്കുളത്ത് ട്രിപ്പ് പോയൊരു വീഡിയോ നമ്മുടെ ഇതേ ചാനലിൽ കിടപ്പുണ്ട്, കണ്ടിട്ടില്ലാത്തവരെ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എല്ലാം അങ്ങോട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ നീല ഇങ്ങനൊരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ഒരു ട്രാക്കിനകത്ത് നമുക്ക് ആവശ്യത്തിലധികം പാത്രങ്ങൾ വെക്കാം കേട്ടോ. എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളേ ഉള്ളൂ, ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം മേളിലോട്ട് ഒതുക്കി പറക്കി വെച്ചേക്കുകയാണ്. പിന്നെ കുറച്ച് പാത്രങ്ങളെല്ലാം ഷെൽഫിനകത്തുണ്ട്. ഇതെല്ലാം നമ്മൾ നിത്യോപയോഗത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ, അല്ലാതെ അധികം ഒന്നും നമ്മൾ ചുമ്മാ ഷോയ്ക്ക് വേണ്ടി എടുത്ത് വെച്ചേക്കുന്ന പാത്രങ്ങളൊന്നുമല്ല. അപ്പം ഈ ഒരു ഏരിയയിൽ ഈ നീല ട്രാക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അവിടെയൊക്കെ നല്ല രീതിയിൽ പൊടിയും ചിലന്തി വലയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ താണ്ടെ എന്താ പറയുക, കസേര ചവിട്ടി നേരെ അതിൻ്റെ മണ്ടയ്ക്ക് കയറി എന്നാണ് തുടയ്ക്കുന്നത്. അന്നേരം അമ്മ ഓടി വന്ന് ചെയ്തപ്പോൾ അതിനകത്ത് കസേര ഞാൻ മാങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിൽ കൂടെ കയറിയത്. അപ്പോൾ അമ്മ വന്ന് വഴക്ക് പറഞ്ഞത്, ആ മാങ്ങായിക്കകത്ത് അങ്ങനെ തട്ടി നീ തറയെ വീണെങ്കിൽ എന്തോ ചെയ്യും എൻ്റെ കൊച്ചേ എന്നും പറഞ്ഞ് 2 വഴക്കുമൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ് അമ്മയെ. അപ്പോൾ അതാണ്ട് ഇനി അമ്മയുടെ സഹായം ഇല്ലാതെ എനിക്ക് താഴെ ഇറങ്ങാൻ പറ്റില്ലായിരുന്നു കേട്ടോ. മേളിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോഴത്തേക്ക് അയ്യോ ഇതെന്തോ സംഭവം എന്നൊരു ഫീലായിപ്പോയി. ഒന്നാതെ ഉയരം പേടിയുള്ള ഞാനായി, ചാടിക്കയറുന്നതൊക്കെ കണ്ടാൽ തോന്നും ഭയങ്കര ധൈര്യശാലിയാണ്. എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം ഉയരമാണ്. ഉയരത്തിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഫുൾ കൺട്രോൾ നഷ്ടമാവും കേട്ടോ. ഓക്കെ, അപ്പോൾ സംസാരിച്ചിട്ട് അത് പറയാൻ മറന്നു. അങ്ങനെ ആ ഒരു ഏരിയ എല്ലാം നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോ സെക്ഷൻ അനുസരിച്ച് വൃത്തിയാക്കി പോയാലുണ്ടല്ലോ വളരെ എളുപ്പമായിരിക്കും. അല്ലാതെ എല്ലാം കൂടെ വാരിയിട്ട് ഇവിടുന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചാൽ ഒന്നും നടക്കത്തില്ല. ഇതാകുമ്പോൾ ഞാൻ മറ്റേ നമ്മൾ അപ്പുറത്ത് കാണുന്ന ആ വർക്ക് ഏരിയയുടെ ആ ഒരു സെക്ഷൻ ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്ന് ആ ഒരു മൂലയും ആ ഒരു ജനൽ കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ മിക്സിയും നമ്മുടെ റൈസ് കുക്കറും ഒക്കെ വെക്കുന്ന ആ ഒരു ഏരിയയാണ്, അവിടെയും കൂടെ വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ ഈ വൃത്തിയാക്കുന്ന വീഡിയോ നിങ്ങൾ മാക്സിമം ഫുള്ളൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ, ആരും സ്കിപ്പ് ചെയ്തൊക്കെ പോവരുത്. പിന്നെ ഒരു 2-3 വാട്ടർ ബോട്ടിലുണ്ട് കേട്ടോ. അച്ചായി ഇതെല്ലാം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയാം, അച്ചായി എന്ന് വിളിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിനെയാണ്. അപ്പം അമ്പലത്തിലെ തിരുമേനിയായിട്ടാണ് ജോലി ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആ 2-3 വാട്ടർ ബോട്ടിലുകൾ അച്ചായിക്ക് അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനാണെന്ന് കേട്ടോ. ഓക്കെ, അങ്ങനെ ആ മിക്സിയുടെ ഏരിയയിൽ ഇരുന്ന പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു ഏരിയ ഞാൻ വൃത്തിയാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് അവിടെ ഞാൻ വൃത്തിയാക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് സിങ്ക് അടുത്തുള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക, വെള്ളം ഒഴിച്ചിട്ട് നേരിട്ട് നമുക്ക് വൈപ്പർ വെച്ച് പിടിച്ചെടുക്കുമ്പോൾ തന്നെ അത്രയും അങ്ങ് വൃത്തിയാവും. ഇവിടെയൊക്കെ ഞാൻ എപ്പോഴും നമ്മളെല്ലാ ദിവസവും വൃത്തിയാക്കുന്ന സ്ഥലങ്ങളായിരിക്കുമല്ലോ സിങ്കിൻ്റെ ഏരിയ ആ ഒരു സ്ഥലങ്ങളൊക്കെ. എങ്കിൽ കൂടി എത്ര വൃത്തിയാക്കിയാൽ എന്താ, പിന്നെയും അഴുക്ക്. ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മൾ പെര തൂക്കുമ്പോഴൊക്കെ ഒരു ശകലം പോലും പൊടി ഇല്ലാതായിരിക്കും തൂത്ത് വൃത്തിയാക്കുന്നത്. പിറ്റേ ദിവസം നമ്മൾ തൂക്കുമ്പോൾ വിചാരിക്കും ഒരു ലോഡ് മണ്ണ്. എന്നാൽ ഞാനൊക്കെ ആണെങ്കിൽ എന്തോരം മാറ്റൊക്കെ ഇട്ടേക്കെന്ന് അറിയാം, എങ്കിൽ കൂടിയും മണ്ണോ അഴുക്കുമാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒട്ടും വൃത്തിയാക്കാത്ത വീടുകളുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ. അപ്പം എനിക്ക് കുറച്ച് പരിചയമുള്ള 2-3 വീട്ടിലൊക്കെ ഞാൻ ചെന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കാണാറുണ്ട്, അടുക്കളയായാലും അവരുടെ ജനലിൻ്റെ സൈഡായാലും ഒരു വൃത്തിയും ഇല്ല. അവർക്കൊക്കെ ഇല്ല പറഞ്ഞിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയാൽ അത്രയും ഭംഗിയായിരിക്കും. നമ്മുടെ ഒരു വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആയുഷ്കാലത്തേക്കുള്ള നമുക്കുള്ള ഒരു സമ്പാദ്യമാണ് അല്ലേ, നമ്മളുടെ ഒരു ലോകമാണ് ഒരു വീടെന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പം അതാണ് നമ്മളുടെ സ്വർഗം എന്ന് വിചാരിച്ച് നമ്മളത് വൃത്തിയാക്കണം. ഇനിയിപ്പോൾ അത് വാടക വീടായിക്കോട്ടെ, സ്വന്തം വീടായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. ഇനിയിപ്പം ഒന്നും വേണ്ട, നമ്മളിപ്പം എന്താ പറയുക, ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ കൂടിയും ആ സ്ഥലം ഒന്ന് വൃത്തിയായി സൂക്ഷിക്കുക. അല്ലെങ്കിൽ നമ്മളൊരു ട്രെയിനകത്ത് പോവുകയാണെങ്കിൽ നമ്മൾ ആ ഇരിക്കുന്ന ഏരിയ ഒന്ന് വൃത്തിയായി സൂക്ഷിക്കുക. ഇതൊക്കെ നമുക്ക് നല്ലത് തന്നെയാണ്. നമുക്ക് വൃത്തി ഉണ്ടെന്നും പറഞ്ഞ് നമുക്ക് ഒരു ദോഷങ്ങളും ഭാവിയിൽ നമ്മൾ ഉണ്ടാവത്തില്ല. വൃത്തിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നന്മകളെ ഉണ്ടാവത്തുള്ളൂ, മനസ്സിലാവോ. പിന്നെ പലരും വിചാരിക്കും പിള്ളേരുള്ളതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ലെന്ന്. അതൊക്കെ ചുമ്മാതാണെന്നേ. ഇപ്പം തന്നെ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ പിള്ളേരുള്ള വീടുകളിലൊക്കെ ആയാലും 5, 6, 7 ഒക്കെ പിള്ളേരുള്ള വീടുകളില്ലായിരുന്നോ. അപ്പോൾ അവിടത്തെയൊക്കെ അമ്മമാരൊക്കെ ജോലി ചെയ്തിരിക്കുകയാണോ? അല്ല. എൻ്റെ അമ്മാമ്മയ്ക്കൊക്കെ തന്നെ എന്ന് പറഞ്ഞാലും എൻ്റെ അമ്മ ഉൾപ്പെടെ എൻ്റെ അമ്മാമ്മയ്ക്ക് 4 മക്കളാണ്. അപ്പം നമ്മൾ ഒരുപാട് കഥ പറയുകയല്ല, എൻ്റെ അമ്മ ഉൾപ്പെടെ 4 മക്കളാണ്. പക്ഷേ എൻ്റെ അമ്മാമ്മയുടെയൊക്കെ ഒരു വൃത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അമ്മയിരുന്ന് എപ്പോഴും പറയും. അപ്പോൾ ഇത്രയും മക്കളെ നോക്കണം, ആ ഒരു വൃത്തി. എനിക്കപ്പോൾ അമ്മ എപ്പോഴും പറയും, ഈ വൃത്തി കിട്ടിയേക്കുന്ന എൻ്റെ അമ്മാമ്മയുടെ വൃത്തിയാണ്,
തന്നെയാണ് എനിക്ക് കിട്ടിയെന്ന് അമ്മ എപ്പോഴും പറയും കേട്ടോ. അമ്മാമ്മ എന്നെ കണക്കാണ്, എനിക്ക് ഓർമ്മയുണ്ട്. അമ്മാമ്മ എന്നെ കണക്കായി എവിടെ ഒരിത് കണ്ടോ അപ്പോഴേ അങ്ങ് ഭയങ്കര വൃത്തിയാണ് അമ്മാമ്മയ്ക്ക്. ആ ഒരു വൃത്തിയാണ് എനിക്കും കിട്ടിയേക്കുന്നത്. പിന്നെ നമ്മൾ ഏത് കുഞ്ഞുങ്ങളായാലും കുഞ്ഞുനാൾ മുതലേ പഠിപ്പിക്കുന്ന ചിട്ടകളും കാര്യങ്ങളിലുമായിരിക്കും അവരുടെ ജീവിതം കേട്ടോ. അപ്പോൾ ഓക്കെ, ദാണ്ട നമ്മളെ തുടച്ച് ദാണ്ട ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മേളത്തെ അവിടെ എല്ലാം ഞാൻ വൃത്തിയാക്കി. ഇനി താഴത്തെ എന്താണ് നമ്മുടെ ഷെൽഫുകളാണ് വൃത്തിയായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിനകത്തൊക്കെ നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നേ. അഴുക്കാവും കാര്യം നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെ സിങ്കിൻ്റെ അടുത്ത് നിന്നല്ലേ നമ്മൾക്ക് പാത്രം എല്ലാം കഴുകുന്നത്. അപ്പോൾ എന്തായാലും അവിടെയൊക്കെ വെള്ളവും തെറിച്ചൊക്കെ വീഴും. അപ്പം ഞാൻ മാക്സിമം തെറിച്ച് വീഴാനാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അവിടെ എല്ലാം നല്ല രീതിയിൽ അഴുക്കുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ നല്ല നമ്മുടെ ഈ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് സോപ്പിട്ട് നല്ല രീതിയിൽ തുടച്ചെടുക്കും കേട്ടോ. എന്നാലേ നല്ല വൃത്തിയാവത്തുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് ഞാൻ സത്യം പറഞ്ഞാൽ കുഴഞ്ഞൊരു പരുവായി കേട്ടോ. അപ്പോൾ അടുക്കളയുടെ കംപ്ലീറ്റ് പരിപാടി ഈ കതവും കൂടെ തുടച്ച് തരുമ്പോൾ അടുക്കള ക്ലീനിങ് റെഡിയായെന്ന് പറയാം കേട്ടോ. കതവും കൂടെ തുടച്ച് ഈ ഒരു കതവും ഉണ്ട്. പിന്നെ നമുക്ക് അടുക്കള വശത്തിൻ്റെ ബാക്ക് സൈഡിലൊരു കതകുണ്ട് കേട്ടോ. അതും കൂടെ തുടയ്ക്കുമ്പോൾ തീരും. ഇപ്പം തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് കൈയൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നില്ല കൂട്ടുകാരെ കേട്ടോ. കൈ ഇല്ലാത്തൊരവസ്ഥയാകുമല്ലോ നമുക്ക്. ആ ഒരു അവസ്ഥയായിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ 4 മണി മുതൽ ഈ രാത്രി 7 മണിയായി ഏകദേശം എൻ്റെ പണിയെല്ലാം തീർന്നപ്പോൾ. അത്രയും സമയം കൊണ്ട് ഈ കൈകൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയല്ലേ. പക്ഷേ എങ്കിലും ലാസ്റ്റ് നമ്മുടെ അടുക്കള എല്ലായിടും ഒന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ കഥകളെല്ലാം തുടച്ച് തീർന്ന് അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ എല്ലായിടവും ഒന്ന് തൂത്ത് വൃത്തിയാക്കുക എന്നതാണ് അടുത്ത ജോലി കേട്ടോ. അപ്പോൾ അമ്മ എല്ലായിടവും തൂത്ത് വൃത്തിയാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, ഇവിടെ നമ്മൾ വൃത്തിയായിക്കൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ, പിന്നെ എന്തായാലും എല്ലാം വൃത്തിയാക്കിയിടുമ്പം തൂക്കുന്നിടം അഴുക്കാവും, അതുകൊണ്ട് അമ്മ ഇപ്പം തൂക്കണ്ട, ഞാൻ അടുക്കളയെല്ലാം ഒതുക്കി തീർന്ന് ലാസ്റ്റ് തൂത്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ജോലികളെല്ലാം ചെയ്ത് തീർത്തിട്ട് വേണമായിരുന്നു നമ്മുടെ നീണ്ടകരയിൽ കണ്ണാട്ടുകുടി അമ്പലത്തിൽ പോകേണ്ടത്. അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 4ാമത്തെ ഉത്സവമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ അച്ചായി അവിടെ നിന്ന് ആ കണ്ണാട്ടുകുടി അമ്പലത്തിൽ നിന്നാണ് പൂജകളും കാര്യങ്ങളും എല്ലാം പഠിച്ചത്. 15ാമത്തെ വയസ്സിലാണ് കണ്ണാട്ടുകുടി അമ്പലത്തിൽ എത്തുന്നത്. അപ്പം ഗുരുനാഥനോടൊപ്പം അവിടെ നിന്നാണ് പൂജയും കാര്യങ്ങളും എല്ലാം പഠിച്ചത്. അപ്പം എത്ര തിരക്കുണ്ടെങ്കിലും അവിടെ അമ്മയുടെ അമ്പലത്തിൽ കൊടിയേറി ഉത്സവം നടക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാ വർഷവും അവിടെ പോവാറുണ്ട് കേട്ടോ. അപ്പം ഈ പണികളെല്ലാം തീർത്തതിന് ശേഷം വേണം പിന്നെ കുളിച്ച് ഒരുങ്ങി എനിക്ക് അച്ചായി 8:30 ആകുമ്പോഴത്തേ വരും. അതിന് ശേഷം പോകേണ്ടത്. അപ്പോൾ അവിടെ അമ്മയുടെ മുടിയും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരുന്നത് കൊണ്ട് തന്നെ രാത്രി 11 മണിയെങ്കിലും ആവും കണ്ണാട്ടുകുടി അമ്പലം അടയ്ക്കാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനത്തിൽ ചെന്നാൽ മതി എന്നൊരിതുണ്ട്. എപ്പം 11 മണി വരെ നമുക്ക് അമ്മയെ കണ്ട് തൊഴാൻ പറ്റും കേട്ടോ. അങ്ങനെ ചുരുക്കി പറഞ്ഞതാണ്ട് നമ്മുടെ 7 മണിയോളം ആവാറായപ്പോഴത്തേക്ക് നമ്മുടെ അടുക്കളയിൽ കംപ്ലീറ്റ് ജോലി തീർന്നിട്ടുണ്ട്. മാറ്റും കാര്യങ്ങളും എല്ലാം ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വൃത്തിയാക്കിയ ഓരോ സ്ഥലങ്ങൾ വീതം. നമ്മൾ അങ്ങനെ പ്രത്യേകം നിങ്ങളെ എടുത്ത് കാണിച്ചെങ്കിലല്ലേ നമ്മൾ ആ വൃത്തിയാക്കിയതിൻ്റെ ഒരു വിഷ്വലും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ താഴത്തെ ഷെൽഫാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം നല്ല ഈ ഒരു എന്താ പറയണ്ടേ കളറായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഏരിയയിലൊക്കെ ഞാൻ പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ പൊക്കി നമുക്ക് തുടയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് അവിടെയൊക്കെ തുടയ്ക്കും കേട്ടോ. താഴെയില്ല കുത്തിയിരുന്ന് തുടയ്ക്കുന്നത് വരുമ്പോൾ മടിയാണ്. അതുകൊണ്ട് നമ്മൾ മാസത്തിൽ ഒരു ദിവസം അതൊക്കെ ചെയ്യാറുള്ളൂ. അപ്പം ഇവിടെ എല്ലാം നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് ആ ഇരിക്കുന്ന മാങ്ങ അച്ചാറിടാനുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഈ മാങ്ങ അച്ചാറിടുന്നൊരു വീഡിയോ ഒക്കെ നമ്മുടെ ഷോർട്സിനകത്ത് വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കാണ് നമ്മുടെ ഷോർട്സ് വീഡിയോസ് ഡെയിലി നമ്മൾ ഇടാറ് കേട്ടോ. പിന്നെ നമ്മുടെ ലോങ് വീഡിയോസ് എല്ലാം നമ്മൾ 1-2 അങ്ങനെ കൂടുമ്പോഴൊക്കെ രാത്രി ഏതായാലും ലോങ് വീഡിയോ വരുന്നത് 8:30 ആയിരിക്കും കേട്ടോ. അപ്പോൾ രാത്രി നമ്മൾ ലോങ് വീഡിയോ 8:30 ഇടത്തുള്ളൂ. എന്നാലേ എനിക്ക് എഡിറ്റ് ചെയ്ത് എല്ലാം ഇടാനുള്ള സമയങ്ങൾ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ലോങ് വീഡിയോ രാത്രി 8:30 ആകുമ്പം ഇടുന്നത്. അങ്ങനെ നമ്മുടെ മാതളക്കായും പിന്നെ കൊട്ടയും ഗ്രാമ്പും ആപ്പിളും മുന്തിരിങ്ങ എല്ലാം നല്ല തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ടൈൽസ് കേട്ടോ, നല്ല ഭംഗിയുള്ള ടൈലല്ലേ. അങ്ങനെ നോക്കിക്കേ നമ്മുടെ സ്വിച്ച് ബോർഡ് നല്ല മനോഹരമായി തന്നെ വൃത്തിയാക്കി. ജനലിൻ്റെ സൈഡുകളും എല്ലാം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നെയും പറയുകയാണ്, നമുക്ക് എപ്പോൾ നമ്മൾ എത്ര എന്നൊക്കെ സൂക്ഷിച്ച് പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുമ്പം ഇപ്പം എന്താ പറയുക ബിസിലൊക്കെ സാമ്പാറിനൊക്കെ വെച്ച് ബിസിലടിക്കുമ്പം ആ ബിസിലൊക്കെ ചിലപ്പോൾ ഒന്ന് തെറിച്ചൊക്കെ പോയാൽ എല്ലായിടവും ചീറ്റിപ്പോവും അല്ലേ. അപ്പോൾ എല്ലായിടവും ഒന്ന് അഴുക്കാവും ചാൻസ് ഉണ്ട്. അങ്ങനെ പിന്നെ ഈ ഒരു ഏരിയയൊക്കെയാണ് ഇവിടെ നമ്മൾ അടുപ്പ് അങ്ങനെ കത്തിക്കാറില്ല. കാര്യം ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പം നമ്മൾ ഒരു നേരത്തേക്ക് മാത്രമാണ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത്. അതും എന്താ പറയുക കുറച്ച് ചോറ്, ഒരു നാഴി പോലും ഞങ്ങൾ തികച്ചരി എടുക്കാറില്ല. കാര്യം നമുക്ക് 3 പേർക്കും ചോറ് അത്രയ്ക്കും വേണ്ട. ഒരു ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം ചോറ് കഴിക്കുന്നതിന് വേണ്ടി നമ്മൾ വെറുതെ അടുപ്പിട്ട് കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ.
അതുകൊണ്ട് നമ്മൾ തലേ ദിവസം തന്നെ തിളപ്പിച്ച് റൈസ് കുക്കറിനകത്താണ് അരി വെക്കാറ്. നമ്മൾ അടപ്പേ വെക്കുന്ന അത് കണക്ക് തന്നെ ഇരിക്കും കേട്ടോ റൈസ് കുക്കറിനകത്ത് അരി വെക്കുമ്പോഴത്തേക്കും. ഓക്കെ, ഇനി നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ താഴെയുള്ള ആ ഒരു കബോർഡിൻ്റെ പിടിയൊക്കെ നോക്കിക്കാൻ നല്ല സ്റ്റീലല്ലേ, അപ്പോൾ അതെല്ലാം നല്ല ഉരച്ച് തേച്ച് വെളുപ്പിച്ച് കുട്ടപ്പന്മാരാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ എപ്പോഴും കുളിക്കാറുള്ള നമ്മുടെ ഗ്യാസ് അടുപ്പ് അവന്മാരെ ഇതിപ്പോൾ ഞങ്ങളുടെ ഈ ഗ്യാസ് അടുപ്പെന്ന് പറഞ്ഞാലേ ഒരു 6-7 വർഷത്തിന് മേളിലായി കേട്ടോ ഞങ്ങളുടെ ഈ ഗ്യാസ് അടുപ്പ്. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് പുതിയതാണോ എന്ന് വന്ന് വീട്ടിൽ വരുന്നവരൊക്കെ ചോദിക്കാറുണ്ട്. പുതിയതല്ല, 7 വർഷത്തോളം പഴക്കമുള്ള ഗ്യാസ് അടുപ്പ് കേട്ടോ. ഏത് സാധനങ്ങളായാലും നമ്മൾ സൂക്ഷിക്കുന്ന കണക്കിരിക്കും. ഏത് സാധനമായാലും നമ്മളെന്താ വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ച് അത് എത്ര കൊല്ലം വേണമെങ്കിലും 1 വർഷം ഗ്യാരണ്ടിയുള്ള സാധനമാണെങ്കിലും നമ്മളത് നോക്കുന്ന കണക്കിരിക്കും എന്ത് തന്നെ ആയാലും. അപ്പം വൃത്തി ജീവിതത്തിലെ ഒരു പ്രധാന ഘടകമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വൃത്തിയായിട്ട് ജീവിച്ചാൽ നമുക്ക് നല്ലത് മാത്രമേ എപ്പോഴും വരത്തുള്ളൂ. അപ്പം കഥകളും എല്ലാം തുടച്ച് കഥകിൻ്റെയൊക്കെ പൂക്കളും എല്ലാം മനോഹരമല്ലേ? ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പം അടുക്കളയുടെ ഈ ഒരു വിഷ്വൽ ഞാൻ എടുത്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു കസേരയുടെ മണ്ടേ കയറി എന്നിട്ട് കസേരയിൽ കയറി ഞാൻ കുഴഞ്ഞ് ഇന്നത്തെ ദിവസം കേട്ടോ. കസേരയുടെ മണ്ടേ കയറി നിന്നിട്ടാണ് ഇങ്ങനെ ഫുൾ ഒരു വിഷ്വൽ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് വെട്ടക്കുറവായല്ലോ, സമയം രാത്രി 7 മണിയോളം ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, നമ്മുടെ ലൈറ്റിൻ്റെ വെട്ടമേ ഉള്ളൂ, പുറത്തുള്ള വെട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ അടുക്കള എല്ലാം വൃത്തിയാക്കി. ഇനി ഇവിടുന്ന് ഇറങ്ങുക, നേരെ പോയി കുളിക്കണം കേട്ടോ. കുളിക്കുന്നതിന് മുമ്പ് എവിടെയെങ്കിലും ഞാൻ ഇരിക്കും. കാര്യം നമ്മൾ ചത്ത് കിടന്ന് പണിയെടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ അടുക്കള വൃത്തിയാക്കൽ പണിയായി പോയി കേട്ടോ. അതുകൊണ്ട് സമയം 7 മണിയായിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കേ. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ നമ്മുടെ അടുക്കള അഥവാ കിച്ചൺ ക്ലീനിങ് വീഡിയോ കണ്ടല്ലോ അല്ലേ? അപ്പൊ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന അത്രയും പരമാവധി നമ്മുടെ അടുക്കള വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പൊ നിങ്ങൾക്കിപ്പോ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോ ഞാൻ എഡിറ്റ് ചെയ്ത് ഒരു 10-15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റോ ഒക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത്. ഞാൻ വൈകുന്നേരം 4 മണിക്ക് തുടങ്ങിയ ജോലിയാണ്. ഇപ്പൊ സമയം കൃത്യം 7 മണിയായിട്ടുണ്ട് രാത്രി. അപ്പൊ ഇത്രയും മണിക്കൂർ നിന്ന് ഞാൻ വളരെ കഷ്ടപ്പെട്ട് വൃത്തിയായിട്ട് ചെയ്ത ഒരു ജോലി നമ്മളുടെ ഇന്നത്തെ കിച്ചൺ ക്ലീനിങ് വീഡിയോ കേട്ടോ. നമ്മൾ ഡെയിലി അടുക്കള നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് തന്നെയാണ്. എന്നിരുന്നാലും മുക്കും മൂലയിലും ഒക്കെ എപ്പോഴും എന്തെങ്കിലും ഒക്കെ പൊടി അഴുക്കും കാണും. പിന്നെ ഈ കബോർഡിലൊക്കെ നമ്മൾ ജോലി കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ കൈ കൊണ്ടിങ്ങനെ പിടിക്കുമ്പോഴൊക്കെ ഈ അഴുക്കാവുന്നതാണ്. പക്ഷെ ഞാനിത് എല്ലാ മാസത്തിലെല്ലാം ഒരു ദിവസം ഇതുപോലെ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. അതിനൊക്കെ ഞാൻ വിചാരിക്കും നമുക്ക് തീർച്ചയായിട്ടും ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്താൽ എന്താന്ന് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഇന്ന് ഞാൻ എന്തായാലും വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എന്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.